എനിക്കിത് ഏറ്റവും സജീവമായിട്ട് ചർച്ച നടന്ന സ്ഥലം ഇതാണ്. ഇത്രയധികം ആളുകൾ വായിച്ചിട്ട് ഇവിടെ വന്ന് പല സ്ഥലത്തും ചില ആഴ്ചയിൽ ചർച്ച നടത്തുന്ന ചില സ്ഥലങ്ങളുണ്ട്. തൃശ്ശൂർ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ആരും വായിച്ചിട്ടില്ല. പക്ഷെ ചിലവരപ്പോൾ പറയും ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ ഇത് കൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ എഴുതിയതാണെന്ന് മനസ്സിലാവുന്നു. താങ്കളുടെ കൽക്കത്ത അനുഭവങ്ങളൊന്ന് വിവരിക്കാമോ എന്നൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന തരത്തിൽ വളരെ, പക്ഷെ അത് ആളുകളിങ്ങനെ ഒരു ചർച്ച നടത്തണം എന്നുള്ളത് ഒരു ബാധ്യതയുള്ള പോലെയുള്ള കാര്യങ്ങളായിരുന്നു. ഈ ചർച്ചയിൽ സത്യത്തിൽ ഒരു ഞാൻ ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരാളാണ്. അതിൽ നുണ പറയില്ല. ജീവിതത്തിൽ ഒരുപാട് നുണയും വൃത്തികേടൊക്കെ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ സത്യത്തിൽ ഇല്ല ഈ സാഹിത്യത്തിൽ. അതുകൊണ്ട് ചില കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരു സ്തുതി കേട്ടാൽ എഴുത്തുകാരൻ സന്തോഷിക്കും, ഞാൻ സന്തോഷിക്കും, എല്ലാവരും സന്തോഷിക്കും. വിമർശനം കേട്ടാൽ വിഷമിക്കും. ഇത് രണ്ടുമുണ്ട്. പക്ഷേ ഇതൊന്നും ശാശ്വതമായിട്ടുള്ളൊരു കാര്യമല്ല. ഒരു സ്തുതി കേട്ടിട്ട് നമുക്ക് ഒരു കുതിപ്പ് കിട്ടാം. അത് എത്ര നാൾ നിൽക്കും? 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, അത്രേ ഉള്ളൂ. ഇത് തന്നെ വിമർശനത്തിന് കാര്യം. ആ വേദന ഉണ്ടാവാൻ ചിലപ്പോൾ അപ്പോൾ 2 ആഴ്ച നിൽക്കും അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നിൽക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വിമർശനത്തെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കുറെ പ്രായമൊക്കെ ആയില്ലേ, അപ്പോൾ അതുകൊണ്ട് കുറെ വർഷങ്ങൾ ഇതിൻ്റെ പുറയിൽ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഇതിൽ പറഞ്ഞ ചില വിമർശനങ്ങളോട് വളരെ ചില കാര്യങ്ങളോട് പ്രതികരിക്കില്ല. കാരണം അത് ആവശ്യമില്ല. ചില കാര്യങ്ങൾ എന്നെ സൂചിപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൽ. അതിനിടയ്ക്ക് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ മോഡറേറ്റർ പറഞ്ഞ ഒരു കാര്യം, എപ്പോഴും എൻ്റെ രചനകൾ, പ്രത്യേകിച്ച് ഈ ജ്ഞാനഭാരവും തപോമയും വരുന്നതിന് ശേഷം എപ്പോഴും വരുന്ന ഒരു പ്രശ്നം അതാണ്, ആനന്ദിൻ്റെ രീതിയിൽ എഴുതുന്നു എന്നുള്ളതാണ്. അതിലൊരു വിഷയം, ആനന്ദിൻ്റെ ഈ ഗോവർദ്ധൻ്റെ യാത്രകളോ അങ്ങനെയുള്ള ചില നറേറ്റർ തന്നെ ഫസ്റ്റ് പേഴ്സണിൽ ഉത്തമ പുരുഷനിൽ കഥ പറയുന്ന ഒരു സ്വഭാവം അതിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ആനന്ദ് എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു ആളാണ്. പക്ഷെ എൻ്റെ സാഹിത്യ രീതി ആനന്ദിൻ്റെ രീതിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അദ്ദേഹം വളരെ തത്വചിന്താപരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരാളാണ്. തത്വചിന്തയാണ് ആനന്ദിൽ മുഴങ്ങി നിൽക്കുക. അത്രയും ഒരു ഗൗരവമുള്ള ഒരു തത്വചിന്തയിലേക്ക് ഞാൻ വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ആനന്ദിലെ ഒരാൾ പറയും, ആനന്ദിൻ്റെ കൃതികളിൽ മറ്റേ കക്കൂസ് ഉണ്ടാവില്ല എന്ന് പറയും. അതായത് നിത്യജീവിതത്തിന് ആവശ്യമുള്ള പലതും ഉണ്ടാവില്ല, പക്ഷെ ചർച്ചകൾ ഉണ്ടാവും എന്ന് പറയും. നമ്മളങ്ങനെയല്ല, നമ്മൾ മനുഷ്യൻ്റെ ബന്ധങ്ങൾ, അത് വേറൊരു തരത്തിലുള്ള എഴുത്താണ്. അങ്ങനെ ഒരുപാട് വലിയ എഴുത്തുകാരാണ് അവരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഴുത്തുകാരനല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തപോമയി വായിച്ചിട്ട് ഭാഷാഭൂഷയുടെയും മാതൃഭൂമിയുടെയൊക്കെ എഡിറ്ററായിരുന്ന KC നാരായണൻ എന്നെ വിളിച്ച ആൾ വളരെ സന്തോഷം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സന്തോഷം, എന്നാലും ഇതിലൊരു ആനന്ദിൻ്റെ നിഴൽ കിടക്കുന്നില്ലേ എന്നൊരു സംശയം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആളും തിരുത്തി, നിഴൽ എന്നല്ല പറയേണ്ടത്, ആനന്ദിൻ്റെ ഒരു വെളിച്ചം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ് സാർ, അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ വളരെ വർഷങ്ങളായിട്ട് ആനന്ദിനെ അങ്ങനെ പിന്തുടരാത്ത ഒരാളാണ്. ലേഖനങ്ങൾ ഒഴിച്ചിട്ട് ലേഖനം ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ അന്ധകാരനിലേക്ക് പ്രകാശനം ചെയ്ത ആനന്ദാണ്. പക്ഷേ നോവൽ എൻ്റെ വഴി അതല്ലാന്ന്, അല്ലെങ്കിൽ കഥകൾ എൻ്റെ വഴിയല്ലാന്ന് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു സ്വാധീനം വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ അബോധത്തിൽ നിന്ന് വരുന്ന കാര്യമായിരിക്കും. പിന്നെ കുറച്ച് പ്രമേയങ്ങൾ ലോകത്തുള്ളൂ. ഈ പ്രമേയങ്ങൾ പല രീതിയിൽ ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു ഉപോത്ബലമായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ ഡോക്ടർ കേണൽ സന്താനം എന്ന് പറയുന്ന ഐരാവത മഹാദേവൻ എന്ന് പറയുന്ന ഒരു വലിയ എപ്പിഗ്രാഫിസ്റ്റിൻ്റെ ജീവിതത്തിലുണ്ട്. അദ്ദേഹം തമിഴ്നാട് കേരളത്തിലെ ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. 50 വയസ്സിൽ അദ്ദേഹം ജോലി രാജിവെച്ചു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൂഢലിപികൾ, സൈന്ധവ നാഗരികതയുടെ ലിപികൾ പഠിക്കാൻ വേണ്ടി രാജിവെച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് തഞ്ചാവൂരുകാരനാണ്. അദ്ദേഹം തമിഴ് നല്ലോണം അറിയുന്ന ആളാണ്, തമിഴുകാരനെ. അപ്പോൾ അദ്ദേഹം മറ്റേ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയപ്പോൾ, അവിടെ നാഷണൽ ആർക്കൈവ്സിൽ പോയപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് വലിയ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ. അപ്പോൾ ആളുകളോട് പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചുകൂടാ, ഇങ്ങനെയുള്ള ലിപികളുടെ കാര്യങ്ങൾ, എനിക്ക് വലിയ താല്പര്യമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ ആള് അത് ആലോചിക്കും. പിന്നെ ഡെപ്യൂട്ടേഷൻ തിരിച്ചു വന്നതിന് ശേഷം തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഗുഹകളിലൊക്കെ പോയി പടങ്ങളൊക്കെ എടുത്തിട്ട് അവിടുത്തെ ലിപികൾ പഠിച്ചു. ബ്രാഹ്മ്യ ലിപികൾ ലോകത്തിൽ ആദ്യമായിട്ട് വായിച്ച ഒരാളാണ് ഐരാവത മഹാദേവൻ. മഹാനായ ഒരു മനുഷ്യനാണ്. അത് ഭയങ്കര അത്ഭുതത്തോടെയാണ് ലോകം കണ്ടത്, ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം 50 വയസ്സിൽ ജോലി രാജിവെച്ച് സൈന്ധവ ലിപികൾ വളരെ സയന്റിഫിക്കായിട്ട് പഠിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് 8 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത് സൈന്ധവ ലിപികൾ വായിച്ചു കഴിഞ്ഞാൽ. എന്തിനാ തമിഴ്നാട് ഗവൺമെന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വിശ്വസിക്കുന്നത് ദ്രാവിഡ കൾച്ചറാണ് ഈ സൈന്ധവ ലിപി ഇതിലുണ്ടായിരുന്നു. അവർ തെക്കോട്ട് പോവുകയും, അപ്പോൾ ഒരുപക്ഷെ തമിഴിൻ്റെ ഒരു ആദിമ രൂപം എന്ന് പറയുന്നത് സൈന്ധവ ലിപികൾ ഉണ്ടാവാമെന്നുള്ളൊരു ധാരണയിലാണ് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനെ സാധൂകരിക്കുന്ന ചില നിഗമനങ്ങൾ ഈ ഐരാവത മഹാദേവൻ കൊണ്ടുവരേണ്ടേ. അദ്ദേഹം
ഈ പറഞ്ഞ ഞാൻ ഈ നോവലിൽ ഉപയോഗിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ നിന്ന് ആളെ മിക്കവാറും പിന്തുടരുന്നുണ്ട്, ആളുടെ ജീവിതത്തെ പിന്തുടർന്നിട്ടുണ്ട് ഈ നോവലിന്റെ ഒരു ഭാഗങ്ങളിലൊക്കെ ചില കാര്യങ്ങളിൽ. അപ്പൊ അദ്ദേഹം അത് വായിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ 7 മീൻ എന്ന് പറയുമ്പോൾ സപ്തർഷി മണ്ഡലം നക്ഷത്രത്തിന്റെ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതൊരു തമിഴനായതുകൊണ്ടാണ് ആൾക്ക് പറ്റിയെന്നുള്ളത്. നമ്മുടെ നാട്ടിലും പലരും സൈന്ധവ ലിപി വായിക്കാനായിട്ട് ശ്രമിച്ചു, ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ഒരു ഡോക്ടർ കെഊർ രാഘവൻ എന്ന് പറഞ്ഞിട്ടൊരു മാഷ് ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം 2 പുസ്തകങ്ങൾ എഴുതിയിരുന്നു. ഞാൻ ആളെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വളരെ ഒരു ഇതിഹാസങ്ങളെയും വേദങ്ങളെയും 10,000 കൊല്ലം മുമ്പുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭാവനാത്മകമായിട്ടുള്ള ചില നിഗമനങ്ങൾ. ആദ്യത്തെ കുറവാണെങ്കിൽ സ്പാർക്ക് ഉണ്ടോ, അത് കഴിഞ്ഞാണ്ട് മുന്നോട്ട് പോകും. ഇവിടെ അടുത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ രാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ഇവര് ഒരു ഘട്ടം കഴിയുമ്പോൾ സയൻസിന്റെ രീതി വിടും. ഈ ഐരാവത മഹാദേവൻ പോലെയുള്ള ആളുകൾ അങ്ങനെയല്ല. അവർ വളരെ ദീർഘകാലം ഇതിനു വേണ്ടി പഠിക്കും. തനിക്ക് വായിക്കാൻ പറ്റിയില്ല എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. ഐരാവത മഹാദേവൻ IAS വിട്ടപ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാമനാഥ് ഗോയങ്ക, ഇന്ത്യൻ എക്സ്പ്രസിന്റെ ചെയർമാനായിരുന്ന രാമനാഥ് ഗോയങ്ക അദ്ദേഹത്തിന് അവരുടെ ഈ തമിഴ് പത്രത്തിന്റെ എഡിറ്റർഷിപ്പ് കൊടുത്തു, ദിനമലർ എന്നുള്ള പേര്. അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു മകനെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളത് ഒരു ബൈക്ക് അപകടത്തിൽ മരിച്ചു പോവുകയാണ്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഇപ്പൊ ഈ വൈഗ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാരണമായിട്ടുള്ളത്. അപ്പൊ അതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലൊരു ക്യാരക്ടറിനെ ഞാൻ അവിടെ ആലോചിച്ചിട്ടില്ല. പിന്നെ തപോമൈ എന്നുള്ള എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ ഈ നോവൽ വരുന്നതിനുള്ള ഒരു കാര്യത്തില് ഈ തപോമൈ ഞാൻ അവസാനം ജോലി ചെയ്തിരുന്നത് ചെയർമാന്റെ ഒരു സെക്രട്ടേറിയറ്റിന്റെ ചുമതല എനിക്കായിരുന്നു. ഈ പറഞ്ഞ കോർപ്പറേറ്റ് സോഷ്യൽ സർവീസിന്റെ ഇങ്ങനെയൊക്കെയുള്ള ചുമതല ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാം അറിയുന്ന ഒരാള്, അല്പം ജൂനിയറാണ് ആള്, തപോമൈ ബറുവ എന്ന് പറയുന്ന ആളാണ്, ബുദ്ധിസ്റ്റാണ്. അപ്പൊ എല്ലാവരും അയാളെ വിളിക്കുക തപോമൈ എന്ന് വിളിക്കുക. അതുകൊണ്ടാണ് അത് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ശരിക്കും തപോമൈ അല്ല, ബംഗാളിൽ പറയുമ്പോൾ തൊപ്പോമോയ എന്നാ പറയാ. അപ്പൊ നമ്മള് ജ്യോതി ബോസു എന്ന് പറയുന്ന പോലെ സത്യജിത്രോ എന്ന് പറയുന്ന പോലെ തൊപ്പോമൈ എന്നാണ് പറയാ. പക്ഷെ നമ്മള് തപോമൈ എന്ന് വിളിച്ച് തപോമൈ എന്നുള്ള ഭംഗിയുണ്ടല്ലോ അതിൻ്റെ ഒരു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഉപയോഗിക്കാൻ കാരണം. ഇപ്പൊ അടുത്ത ദിവസവും ഞാൻ വിളിക്കണ്ടേ അയാളെ ഓരോ കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ അത് അങ്ങനെ വന്നു. അപ്പോൾ ഇദ്ദേഹം ഞങ്ങൾ ഈ സെക്രട്ടറിയിൽ ഇരിക്കുമ്പോൾ പ്രശ്നം, ഞങ്ങൾ പബ്ലിക് സെക്ടർ ആയതുകൊണ്ട് ചെയർമാൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ എപ്പോഴും മിനിസ്ട്രിയിൽ നിന്നൊക്കെ ഫോൺ വരും, വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ വരും. അപ്പോൾ അത് അറേഞ്ച് ചെയ്യലാണ് നമ്മുടെ ഒരു പണി. ആദ്യത്തെ ഒരു പ്രോബ്ലം എനിക്കിതിൽ അവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യണേ ഇതിൽ. അപ്പോൾ പരിചയക്കുറവുണ്ട്. പക്ഷേ ഇയാൾക്കാണെങ്കിൽ നല്ല എക്സ്പെർട്ടാണ്. അല്ല 10-15 കൊല്ലമായിട്ട് ഇതേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തപോമൈ എപ്പോഴും ഒരു 10:15 വരുമ്പോൾ വൈകിയൊക്കെ ഇരിക്കും. പക്ഷേ അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചത് എന്ത് തപോമൈ ഇങ്ങനെ എന്ന് വൈകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഒറ്റയ്ക്കുള്ള വീട്ടിൽ, അദ്ദേഹത്തെ രാവിലെ കുളിപ്പിക്കണം, ഭക്ഷണം കഴിക്കണം, അത് കഴിപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് വേണം വരാനായിട്ട്, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ആളോട് എന്താണ് ആളുടെ പരിപാടി. അപ്പോൾ ആള് എന്തോ ഒരു പണ്ട് ചെറിയൊരു ജോലിയിലൊക്കെ ഉണ്ട്, ബാദൽ ബറുവ എന്നാണ് എൻ്റെ പേര്, ഗോപാലിനെ ബാദൽ. അപ്പോൾ അങ്ങനെ മനസ്സിലായിരിക്കും തപോമയുടെ അച്ഛൻ എന്നിങ്ങനെ ആലോചിക്കും. അതിൽ നിന്നാണ് ഈ പേര് വരുന്നത് തപോമൈ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 2008 ആലോചിച്ച ഈ പ്രമേയങ്ങൾ ഒരാളുടെ ഒരു നോവലോ കഥയോ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. പല കാര്യങ്ങൾ, അതുപോലെ ഒരു ക്യാരക്ടർ ഒരാളല്ല, പല ക്യാരക്ടറുകളുടെ, യോസയുടെ വാക്കുകൾ പറഞ്ഞാൽ മരിച്ചുപോയ അമാൽഗമേഷൻ ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു കൂട്ടിച്ചേരൽ, സംയോജനം ഉണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടർ നമ്മൾ എടുക്കുന്നത്, ഒരു പ്രദേശത്തെ നമ്മൾ എടുക്കുന്നത്, ഒരു സന്ദർഭത്തെ എടുക്കുന്നത് പല സന്ദർഭങ്ങളിൽ നിന്ന് ഉള്ള ചില ചേരുവകൾ ചേർത്തുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഈ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ തപോമയുടെ അച്ഛൻ എൻ്റെ മനസ്സിലുണ്ട്. പഴയ ചില പ്രമേയങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല. വിമർശനാത്മകമായിട്ട് കഴിഞ്ഞ് വളരെ ആദരവോടുകൂടി കാണുന്ന അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ആരോഗ്യ നികേതനുമായിട്ടുള്ള ഒരു താരതമ്യം വളരെ ഒരു ഓവർ സ്ട്രെച്ച്ഡ് ആയി എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഞാൻ ആരോഗ്യ നികേതനത്തിന്റെ അദ്ദേഹത്തെ പോലെ തന്നെ വലിയൊരു കനത്ത ആരാധകനാണ്. അദ്ദേഹം 4 വട്ടം വായിച്ച പോലെ ചിലപ്പോൾ ഞാൻ അതിൽ കൂടുതൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ നോവലിന്റെ പ്രശ്നമല്ല. ഈ നോവലില് ആരോഗ്യ നികേതനത്തിന്റെ വിഷയം എന്താ? ആരോഗ്യ നികേതനത്തിന്റെ വിഷയം ഈ ജീവൻ മശായിയുടെ പാപബോധമൊന്നും അല്ലാതെ. അതിൽ ആദ്യത്തെ പ്രശ്നം, നമ്മൾ ആര് വായിക്കുന്ന ആൾക്ക് പ്രശ്നം തോന്നുന്നത് മരണത്തെ പറ്റിയുള്ളൊരു വലിയ ഒരു വിസ്ഫോടനാത്മകമായിട്ടൊരു സംഗീതമാണ്. നമ്മളെപ്പോഴും മരണം ഇങ്ങനെ നാഡിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രശ്നം ആധുനികതയാണ്. ഈ പറയുന്ന ആ സ്ഥലത്തിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് വിട്ടുപോയി. ആ സ്ഥലത്ത്
അപ്പോൾ ഈ ജീവൻ മഷായി അല്ലെങ്കിൽ ജീവൻ ദത്ത എന്ന് പറയുന്ന ആള് താമസിക്കുന്ന സ്ഥലത്തുള്ള പതുക്കെ പതുക്കെ കാലം മാറി വരുന്നതും പുരോഗതി എന്ന് പറയുന്ന ധാരണയിലേക്ക് ആധുനികത വരുന്നതാണ്. ഈ ജീവൻ മഷായി പഴയ ആയുർവേദ വൈദ്യനല്ല, അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പുതിയ വൈദ്യത്തിൻ്റെ ഒരു ഡിപ്ലോമ കോഴ്സെങ്കിലും പഠിച്ചിട്ടുള്ള ആധുനിക വൈദ്യം അറിയുന്ന ഒരാളാണ്. എന്നിട്ട് അത് ഉപേക്ഷിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അയാളുടെ ചെറുപ്പത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് അയാൾ ഒരു ചെറിയ വഴക്കുണ്ടാക്കിക്കൊണ്ടാണ് അയാളെ ഇതിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടാമത്തെ പ്രമേയം, ഞാനിപ്പോൾ പ്രമേയങ്ങളെ പറ്റി പറയാനുള്ള കാരണം രണ്ടാമത്തെ പ്രമേയം ആധുനികതയുടെ ഒരു വരവാണ്. അതായത് പഴയ ഒരു കാലത്തെ നിഷ്കരുണം പൊളിച്ചു മാറ്റിക്കൊണ്ട് ഈ പ്രദ്യോത് ഡോക്ടർ എന്ന് പറയുന്ന ഒരാൾ റെപ്രസെന്റ് ചെയ്യുന്ന ആധുനിക വൈദ്യം വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ചില പ്രതിസന്ധികൾ വന്ന് പ്രദ്യോത് ഡോക്ടർക്ക് പോലും ഇദ്ദേഹത്തെ അത്ഭുതത്തോടെ നോക്കി നിൽക്കേണ്ട ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊരു വേറെ വിഷയം. പക്ഷേ ആധുനിക കാലം വരുന്നതും അതിൽ താൻ പിന്തള്ളപ്പെടുകയാണെന്ന് വളരെ നിസ്സംഗനായിട്ട് മനസ്സിലാക്കുന്ന ഒരാളുടെ ജീവിതമാണ് ഈ പറയുന്ന ആരോഗ്യനിക. മൂന്നാമത്തെ പ്രശ്നം ദാമ്പത്യ പരാജയമാണ്. ദാമ്പത്യ പരാജയം ഇവിടുത്തെ ദാമ്പത്യ പരാജയം അല്ലത്. അത് ഇയാളുടെ ഒരു വഴക്ക്, ഈ പറയുന്ന ഈ ഇദ്ദേഹം സ്നേഹിച്ചിരുന്നൊരു പെൺകുട്ടി വേറൊരു ആളായിട്ടുള്ള ബന്ധം വെച്ച് ചെറുപ്പത്തിൽ കുട്ടികളായിരുന്നപ്പോൾ അത് തല്ലിൽ നിന്ന് മാറുകയും അത് പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ പ്രദ്യോ ഡോക്ടർ എന്ന് പറയുന്ന ആളുടെ ഭാര്യയുടെ അമ്മയാണ് ഈ സ്ത്രീ വരുന്നത്. നിങ്ങൾ ആരോഗ്യദിനം വായിച്ചിട്ടൊരു കാണും. ഇന്ത്യയിലെ ഏറ്റവും നോവലാണ് ആദ്യം. അതും തപോമയുടെ അച്ഛനായിട്ടൊന്നും യാതൊരു താരതമ്യമില്ല. അത് ഒരു ഹിമാലയ പർവ്വതത്തിന് മുമ്പിൽ ചെറിയൊരു കൊച്ചു കുന്നു നിൽക്കുന്ന പോലെ ഞാനിവിടെ നിൽക്കുന്നത്. അത് വേറൊരു വിഷയമാണ്. അപ്പോൾ പക്ഷേ അതിങ്ങനെ ഈ നോവലിലെ ഇന്ന കഥ കുറച്ച് ഓവർ സ്ട്രെച്ചഡ് ആയിട്ടാണ് അദ്ദേഹം വായിച്ചത്. എനിക്ക് ഈ പണ്ട് പറയുന്ന പോലെ എന്തായാലും തെങ്ങിനെ പറ്റി പറയണമെന്ന് തീരുമാനിക്കും. പശുവിനെ പറ്റി ചോദിച്ചപ്പോൾ പശുവിനെ തെങ്ങിൽ കെട്ടി, എന്നാൽ തെങ്ങിനെ പറ്റിയൊരു എസ് എ എഴുതാന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. അത് വളരെ ഞാനതിനെ എതിർപ്പ് പറയില്ല. പക്ഷെ ഈ നോവലായിട്ടൊന്നും അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രമേയത്തിനോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചറിയും. ഞാനിത് നല്ലോണം ആരോഗ്യത്തിൻ്റെ ഒരു ആധാരത്തിലുള്ള എനിക്ക് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് സതീഷ് സാർ പറഞ്ഞ ഒരുപക്ഷെ ഇതിലുള്ള പരാതികളൊക്കെ ഉണ്ടല്ലോ, അത് മറ്റൊന്നിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടൊന്നല്ല, അത് പ്രതിഭയുടെ കുറവാണ്. കൂടുതൽ പ്രതിഭ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ മഹത്തായ ഒരു നോവലായിട്ട് മാറ്റും. പക്ഷെ എൻ്റെ പരിമിതി ഉണ്ടാവും, അത് നമ്മൾ അംഗീകരിക്കല്ലേ വരാം. അത് വേറൊരു അത് വെച്ച് നോക്കും. പിന്നെ ആൾ പറഞ്ഞത് വേറൊരു കാര്യം, ഇത് പെട്ടെന്ന് എഴുതി കൊടുത്തല്ല. 5 or 6 ഞാൻ പറഞ്ഞ 10-15 കൊല്ലമൊക്കെ മനസ്സിലിങ്ങനെ അറിയാതെ കിടന്നു പോയിട്ടുള്ള ഒരു വർക്കാണ്. ഒരു പക്ഷേ ഒരു കുതിപ്പ് നമുക്ക് തരുമ്പോൾ പെട്ടെന്ന് നമ്മൾ എഴുതാൻ പല സമയത്ത് എഴുതി ബാക്കി വെച്ച് മാറ്റി അങ്ങനെ ഒരു നോവൽ ഇപ്പം എൻ്റെ അടുത്തുണ്ട്. 10-12 കൊല്ലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടെങ്കിൽ എനിക്ക് പറ്റാതെ മാറി വയ്ക്കുന്ന ഒരു നോവലുണ്ട്. അതേപോലെ പല സമയത്തും നമ്മൾ ഉപയോഗിച്ച് പരാജയപ്പെട്ട് മാറ്റി വയ്ക്കുന്നത്. അതിന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് എല്ലാം കൂടി ഒത്തുചേരുന്നു, അപ്പോൾ എഴുതാൻ പറ്റുന്നതാണ്. ഇത് 12 വർഷം എടുത്ത ആളുകളുടെ 12 വർഷം എടുത്ത് എഴുതിയ ഇതിൽ കൂടുതൽ നന്നാവുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം എൻ്റെ പരമാവധി അത്രയേ ഉള്ളൂ. എൻ്റെ പ്രതിഭയുടെ ഒരു ലിമിറ്റാണ് അതിൻ്റെ പ്രശ്നം. ഞാൻ അങ്ങനെ ധൃതി വെച്ച് എഴുതുന്ന ആളല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ ചാപ്റ്ററായിട്ട് എഴുതി കൊടുക്കുക, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളല്ല. ഒരു കഥയ്ക്കൊക്കെ വേണ്ടി ഞാൻ 2-3 മാസമൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്ന ഒരാളാണ്. കൊല്ലത്തിൽ അല്ലെങ്കിൽ 1.5-2 കൊല്ലം കൂടുമ്പോഴൊക്കെ ഒരു കഥ എഴുതുന്ന ഒരാളാണ്. അങ്ങനെ ധൃതി വെക്കുന്ന ഒരാളല്ലേ. അപ്പോൾ അതിലെന്തെങ്കിലും പരാജയം വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ടാലൻറ്റിൻ്റെ കുറവാണ്, അല്ലാതെ അത് സമയക്കുറവിൻ്റെയോ മറ്റുള്ള കാര്യങ്ങളുടെയോ ഒന്നല്ല. പിന്നെ വളരെ രസകരമായിട്ടൊരു ആരോപണം പറഞ്ഞത് 289 പേജിലൊരു കഥാപാത്രം വരുന്നത്. അതൊന്നും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു നോവലിനെ സംബന്ധിച്ച് എത്ര ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ ഏകാന്തമായിട്ട് 100 വർഷങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ എപ്പോഴാണ് വരുന്നത്? പല ജനറേഷൻ വരുന്നത്. അവസാനം ഈ പറയുന്ന ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിൻ്റെ കഥാപാത്രം അതിൽ വരുന്നതൊക്കെ അവസാനത്തെ ഒരു 10-20-30 പേജുകളിലായിരിക്കും വരുന്നത്. ഗബ്രിയേൽ എന്ന പേരിൽ കഥാപാത്രം വരുന്നുണ്ട് അവിടെയുള്ള. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ യോസ മരിച്ചു പോയില്ലേ, ആൾ 600 പേജുള്ള നോവലാണ് കൺവെർസേഷൻ ഇൻ ദ കത്തീഡ്രൽ. ഞാൻ ആദ്യം വായിച്ച് പരാജയപ്പെട്ട് വായിക്കാൻ പറ്റാതെ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാശിക്കിരുന്ന് വായിച്ചു. ഒരു ഗംഭീര നോവലാണ്. അതിൻ്റെ അവസാന ചാപ്റ്ററിൽ പുതിയ കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അതൊരു തികച്ചും വളരെ ഒരു ശരിയല്ലാത്ത ഒരു ആരോപണം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആൾക്കാരെ കൊണ്ടുവരിക, തിരിച്ചെടുക്കുക എന്നുള്ളൊരു എഴുത്തുകാരൻ്റെ ഒരു പ്രശ്നമാണ്. അത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. അതിൽ തീർച്ചയായിട്ടും അദ്ദേഹം സജീവമായിട്ട് അത് വായിച്ചു അതിൻ്റേതായിട്ടുള്ള രീതിയിൽ. പക്ഷേ ഈ ആരോഗ്യനികേതനം പോലത്തെ വലിയൊരു വർക്കിനോടൊക്കെ അത് കമ്പയർ ചെയ്യുന്നത് അങ്ങനെ ഒരു ചെറിയൊരു ഇതാണ് ഉള്ളതല്ലേ. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ
പിന്നെ ഇതിനു വേണ്ടി പണിയെടുത്തിട്ടുണ്ട്, ഞാൻ നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ പാണ്ഡിത്യങ്ങൾ പല സമയത്തായിട്ടാണ്. ഇതിലിപ്പോൾ ബർമയിലോ ബംഗ്ലാദേശിലോ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പോയി കാണുകയും സംസാരിക്കുകയും അതിനോട് പുസ്തകങ്ങൾ വായിക്കുകയും അതുകൊണ്ടൊന്നും ഒരു നോവൽ നന്നായിക്കൊള്ളുന്നില്ല കേട്ടോ. കൂടുതൽ പണിയെടുത്തുകൊണ്ട് ഒരാൾ നോവൽ നന്നാവണമെന്നില്ല. കൂടുതൽ റിസർച്ച് ചെയ്താൽ നോവൽ നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പേരെന്താ പറഞ്ഞത്, ആകാശല്ലേ, ആകാശ് പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഈ ചരിത്ര സംഭവങ്ങൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് മനുഷ്യന് ആ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ഹെമിംഗ്വേ പറയും, ഒരു ഐസ്ബർഗിന്റെ 7 ഭാഗേ പുറത്ത് നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയും, ബാക്കിയുള്ള 6 ഭാഗം. അപ്പൊ നമ്മൾ എത്ര റിസർച്ച് ചെയ്താലും കുറച്ച് ഭാഗങ്ങളാണ്. ഈ നോവൽ മാധ്യമത്തിൽ വന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ വിവരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചില വായനക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചു, ഈ നെപ്പോളിയന്റെ പടയോട്ടൊക്കെ ഇത്ര എഴുതേണ്ട കാര്യം എന്താണ്? അപ്പൊ ഞാനത് ഒരു 10-1 അംശമായിട്ടൊക്കെ കുറച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറയേണ്ട ചില ആവശ്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ ലിപികളെ പറ്റിയോ ചില സിനിമകളെ പറ്റിയൊക്കെ പറയേണ്ട ഘട്ടങ്ങളിൽ പരമാവധി ഒതുക്കി പറയാൻ ശ്രമിക്കുകയും മറ്റു ഭാഗങ്ങൾ വെട്ടിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ശ്രമം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പണിയെടുക്കാതെയല്ല, പിന്നെ എന്തെങ്കിലും നോവലിൽ കുറവുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ശേഷിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ടുള്ള, വളരെ ശ്രദ്ധയോടെ വായിച്ചിട്ടുള്ള ആളുകളാണ് അതിൽ. ഞാൻ ഈ നോവലിൻ്റെ ദ്വീപ് എന്ന് പറയുന്ന സമൂഹം സുന്ദർബൻസ് ആണ് ബംഗാളിലെ. അവിടെ ഒരു 3-4 ദിവസം താമസിക്കുകയും അവിടുത്തെ വിചിത്രമായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഞാനും പ്രശസ്ത പത്രപ്രവർത്തകൻ സുചിത്ര, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ മനോജ്, പിന്നെ മാതൃഭൂമിയിലെ ഒരു ജേർണലിസ്റ്റ്, അങ്ങനെ 4 പേര് ഞങ്ങൾ അവിടെ പോയി താമസിക്കുകയും പല സ്ഥലങ്ങളിൽ പോയി കണ്ട് സംസാരിക്കാനൊക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വ്യാഘ്രവധു എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട് 2-3 കൊല്ലം മുമ്പ് മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിൽ. അത് ഇതിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ ചില ഗുണങ്ങൾ അല്ല ചില സഞ്ചാരങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ ആവർത്തിക്കുന്നതിനെ പറ്റി പറഞ്ഞു അല്ലേ, അത് യൂട്യൂബ് പറഞ്ഞേ അല്ലേ, കഥ ആവർത്തിക്കുന്നതിനെ പറ്റി അവസാനം വരെ പറഞ്ഞു. മുഹമ്മദ്. അപ്പോൾ അത് സത്യമാണ്, അത് ഇന്നലെയും ചർച്ചയിലുണ്ടായിരുന്നു. അതൊക്കെ ഒരു എഴുത്തിൻ്റെ ഒരു തന്ത്രമാണ്. അപ്പോൾ ഇന്നലെ അവിടെ ആലപ്പുഴയിൽ സംസാരിച്ച കുട്ടിയുടെ അധ്യാപകൻ പക്ഷെ സത്യത്തിൽ ആദ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എന്തിനാ ഒരു കാര്യം 2 വട്ടം പറയുന്നത് എന്നല്ല. പക്ഷെ സത്യത്തിൽ ആദ്യം ഒരു സൂചന നൽകുകയും പിന്നീട് നമ്മുടെ ഈ കഥയെ വിശദാക്കുകയും ചെയ്യും. ഇതൊരു സിനിമയുടെ ടെക്നിക്കാണ്. സിനിമയിൽ ആദ്യം നമ്മൾ ചില സാധനങ്ങൾ കാണിക്കും, പിന്നീട് റീവിസിറ്റ് ചെയ്യുമ്പോൾ പുനഃസന്ദർശിക്കുമ്പോൾ അത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് അതിൽ സൂചിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു കാര്യം അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആവർത്തനത്തിൻ്റെ ഒരു വർഷം. പിന്നെ കാര്യങ്ങളായിട്ടൊന്നും പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഈ സ്നേഹഗാഥ എന്ന് പറയും. സ്നേഹഗാഥ അല്ല എന്നുള്ള ആകാശ് പറഞ്ഞ പോലെ ലിമിറ്റ് ഉണ്ട് സ്നേഹത്തിന്. മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. സ്വാർത്ഥരല്ലാത്ത ആരും ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വളരെ ഈ ബുദ്ധനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആളുകളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ മനുഷ്യൻ പൊതുവെ നല്ല മനുഷ്യരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും നന്മയുള്ള ആളുകളാണ് എല്ലാവരും. അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളാണ് എന്നോടുള്ളത്. അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും ഇതിനെ വായിച്ചു. കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വേറെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല. വളരെ സന്തോഷം. പ്രത്യേകിച്ചും ഇത് വിമർശനാത്മകമായിട്ട് വായിച്ച സാറേ ഇവിടെ ഇല്ല എന്നാൽ എൻ്റെ അന്വേഷണം പറയാം. തീർച്ചയായിട്ടും ഞാൻ വളരെ പക്ഷേ ഈ 1-2 പോയിന്റുകളിൽ എൻ്റെ വിമർശനം എനിക്ക് അതുപോലെ വിമർശനമായിരിക്കും. അപ്പോൾ അത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ നോവല് നന്നായി വായിച്ചു. ഇങ്ങനെ തന്നെയല്ല നിങ്ങൾ എനിക്ക് തന്ന ഈ പുസ്തകം, ഇതും വളരെ സന്തോഷമാണ്. യുക്കിയോ മിഷിമ എന്ന് പറയുന്നത് ജപ്പാനിലെ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. വളരെ 45 വയസ്സ് വരെ പറ്റി ജീവിച്ചിട്ടുള്ളൂ. ഈ മനുഷ്യൻ 45 വയസ്സിനുള്ളിൽ 35 നോവലും 40 നാടകം എഴുതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊരു തിരക്ക്, എന്തോ ഒരു അത്യാഹിതം സംഭവിക്കാവുന്ന രീതിയിൽ തിരക്ക് പിടിച്ച് എഴുതുന്നത്. ഞാൻ 2 പുസ്തകം വായിച്ചു, കൺഫെഷൻസ് ഓഫ് ദ മാസ്കും പിന്നെ ഒരു ഗോൾഡൻ പവലിയൻ എന്ന് പറഞ്ഞിട്ടൊരു, എൻ്റെ ഒരു പേര് കുറച്ചും കൂടി ഉണ്ട്, ഗോൾഡൻ പവലിയൻ. അങ്ങനെ ഒരുതരം ഭ്രാന്തുള്ള എഴുത്താണ്. ഡോസ്റ്റോവ്സ്കിനെയൊക്കെ വേണമെങ്കിൽ അതിൽ കൺഫെഷൻസ് ഓഫ് ദ മാസ്കിൽ ഡോസ്റ്റോവ്സ്കിനെ അനുകരിച്ചു എന്ന് പറയാറുണ്ട്. ഇദ്ദേഹം വയറിൽ കുത്തി മരിക്കണ്ടല്ലോ, ഹരാക്കിരി ചെയ്ത ആളാണ്, ഹരാക്കിരി ചെയ്തല്ല. അപ്പോൾ ഇദ്ദേഹം വളരെ ഉജ്ജ്വല പ്രതിഭയായിരുന്നു. ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഈ കവാബാത്തയ്ക്ക് നോബൽ സമ്മാനം കിട്ടുന്നത്. കവാബാത്തയ്ക്ക് നോബൽ സമ്മാനം കിട്ടുന്നത് 1913 ടാഗോറിന് കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടൊരു എഴുത്തുകാരന് കിട്ടുന്നതാണ്. അപ്പോൾ അയാളെ നോബൽ സമ്മാന പ്രസംഗത്തിൽ പറയും, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞ് കവാബാത്ത യാതൊരു ആവശ്യമില്ലാതെ ആ സമയത്ത് സംസാരിക്കേണ്ടതല്ല, പക്ഷെ അത് സംസാരിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ കവാബാത്തയും ഇതേ പാത പിന്തുടർന്ന്
ആത്മഹത്യ ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ഈ പുസ്തകം തന്നതിൽ ഇതെനിക്കൊന്ന് പുതിയ തർജ്ജമയാണ്, 25 വന്ന പുസ്തകമാണ്. വളരെ സന്തോഷം. ഇതിൻ്റെ കളറും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നീല നിറമുള്ള ഒരു വിഷാദ ചായയുള്ള ഒരു കളറാണ്. ഇവിടെ വരാൻ കഴിഞ്ഞുള്ളൊരു സന്തോഷം ഞാൻ പറയും. ഞാൻ നുണയായിട്ട് പറഞ്ഞതല്ല, ഇവിടെയാണ് എനിക്ക് ഇപ്പോൾ ഇതുവരെ ഉള്ള ഒരു ചർച്ചയിൽ ഏറ്റവും വലിയ രീതിയിൽ ഇൻവോൾവ്മെൻറ്റും അനുകൂലമായിട്ടും പ്രതികൂലം എന്നുള്ളത് വ്യക്തിപരമായിട്ടല്ല, ഒരിക്കലും നമ്മളെ പോലെ അറിയണമല്ല, അത് വേറെ രീതിയിലുള്ളൊരു വായനയാണ്. ആ വായനയായിട്ടുള്ള എൻ്റെ വിയോജിപ്പാണ് ഞാൻ പറഞ്ഞത്. അതും ഒക്കെ വളരെ സജീവമായിട്ട് ഇതിനുള്ള വളരെ ശ്രദ്ധാപൂർവമായിട്ടൊരു പരിചരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. അതിനുള്ള സന്തോഷവും സ്നേഹവും നിങ്ങളുടെ 3 ഗ്രന്ഥശാലകളോട് ഞാൻ അറിയിക്കുന്നു. എപ്പോഴെങ്കിലൊക്കെ ഇനിയും നമുക്ക് കാണാം. സന്തോഷം.